ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 95-ാം ദശകം പഠിക്കാം. ഈ ദശകത്തിലെ ധ്യാനയോഗത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആദൗ ഹൈരണ്യഗർഭീം തനുമവികലജീവാത്മികാമസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യമായ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ തത്രോത്വൃദ്ധേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ഛിത്വാ സത്വം ചഹിത്വാ പുനരനുപഹിതോ വർത്തിതാ ഹേ ത്വമേവ. വിശ്വയോനെ എന്നുള്ള സംബോധനയുണ്ട്. ജഗത്തിൻ്റെ മുഴുവൻ കാരണമായിട്ടുള്ളവനെ എന്നർത്ഥം. ആദൗ ആദിയിൽ ഗർഭീം തനും, ഹിരണ്യഗർഭ ശരീരം. ആദ്യം പ്രപഞ്ചത്തിന് ഒരു അണ്ഡഭാവത്തിൽ, അത് സ്വർണ്ണ നിറമുള്ള അണ്ഡഭാവത്തിൽ നിന്നുള്ള ആ ഹിരണ്യഗർഭ ശരീരത്തോടു കൂടിയവനായിരുന്നു എന്നാണ്. മാത്രമല്ല അവികല ഈ ഹിരണ്യഗർഭധനു എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും ഉള്ളിൽ ഒളിപ്പിച്ചതാണ്. അവികലം എല്ലാം എന്നുള്ള അർത്ഥമാണ്. ജീവാത്മികമായ തനു ശരീരത്തിലെ ശരീരസ്ഥിത അതിൽ സ്ഥിതി ചെയ്യുന്നവനായ നീയെ ജീവത്വം പ്രാപ്യ, പിന്നീടാണ് ജീവൻ എന്നുള്ള അവസ്ഥയിലേക്ക് പ്രാപിച്ചിട്ട് മായാഗുണഗണഖചിത, ജീവൻ വരുമ്പോൾ അത് ഗുണം എന്ന് സത്വരജസ്തമോ ഗുണങ്ങളും മായയും ഒക്കെ ചേർന്നതാണ് ഈ ജീവൻ. ഗുണഗണ ഖചിത എന്ന് പറഞ്ഞാൽ അലങ്കൃതൻ എന്നർത്ഥം. വർത്തസേ, നീ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. വിഷയോനെ തത്ര, അവിടെ ഉദ്വൃദ്ധേന സത്വേന, ഉദ്വൃദ്ധ എന്ന് പറഞ്ഞാൽ വലിയ വളർന്ന കൂടുതലുള്ള എന്നർത്ഥം. സത്വേന സത്വഗുണത്താൽ, ഗുണയുഗളം മറ്റ് രണ്ട് ഗുണങ്ങളെയും, തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഭക്തിഭാവം ഗതേന സത്വേന എന്തെടുക്കണം. ഭക്തിഭാവത്തെ പ്രാപിച്ച സത്വഗുണത്താൽ. ഭക്തിഭാവം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിന് പ്രാധാന്യം കൂടിയ ഒരു ഭാവമാണ്. അത് വരുമ്പോൾ മറ്റ് രണ്ട് ഗുണങ്ങൾ താഴെയായിപ്പോവും. അങ്ങനെ സത്വത്താൽ ചിത്വ ഛേദിച്ചിട്ട്, ഇല്ലാതാക്കിയിട്ട് എന്ന് വെച്ചാൽ അതിനെ താഴ്ത്തിയിട്ട് എന്നർത്ഥം. സത്വം ചഹിത്വ, പിന്നീട് അത് കഴിഞ്ഞാൽ സത്വഗുണത്തെയും ഉപേക്ഷിക്കുന്നു. പുനഃ അനുപഹിത, അനുപഹിത എന്ന് പറഞ്ഞാൽ ഉപാധിയൊന്നുമില്ലാത്തവനായിട്ട് വർത്തിതാഹേ ത്വമേവ എന്നാണ്. ത്വമേവ വർത്തിതാഹേ, നീയായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അത് ഈശ്വരൻ്റെ ഭാവത്തിലെ ഈശ്വരന് സത്വഗുണം കൂടി മറ്റൊരു രണ്ട് ഗുണങ്ങളെ കുറച്ചാൽ ഭക്തിഭാവത്തിൻ്റെ ഒരു ഭാവം വരും. പിന്നീട് ആ ഭക്തിഭാവം കൂടി കഴിയുമ്പോൾ സത്വഗുണവും നശിച്ചു പോയിട്ട് ആ ഭഗവാൻ തന്നെയായി ഞാൻ മാറുന്നു എന്നുള്ള ഒരു ഭാവമാണ് ഇവിടെ. അപ്പോൾ ഈ ധ്യാനയോഗമൊക്കെ ആ ഒരു ഭാവത്തിലേക്കുള്ള ഒരു പ്രയാണം എന്നുള്ള നിലയിലാണ് തുടങ്ങുന്നത്. സത്വോന്മേഷാത് കദാചിൽ ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോദ്ധതേ ദുർനിവാര ചിത്തം താവത് ഗുണശ്ച ഗ്രഥിതമിഹ മിഥസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയ്യേകഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീന്യഗാദീത്. സത്വോന്മേഷാതെന്ന് പറഞ്ഞാൽ ഈ സത്വഗുണം കൂടുതലാകുമ്പോൾ, ഉന്മേഷം ആകുമ്പോൾ, കഥാചിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നർത്ഥമാണ്. അവിയാണ് ഖലു വിഷയരസേ ദോഷബോധേ അഭി, വിഷയഭോഗത്തിൽ ദോഷമുണ്ടെന്ന് അറിവുണ്ടായാൽ പോലും, സത്വഗുണം കൂടിയാൽ വിഷയരസം ദോഷമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു എങ്കിൽ പോലും അഭൂയ അഭി, എന്നാൽ പോലും എന്നുള്ളതാണ് ഇവിടെ. പ്രവൃത്തി ഉണ്ടാകുന്നു. എന്താണ്? സതമസി രജസി, തമസോടുകൂടിയ രജസിൽ ദുർനിവാര പ്രവൃത്തി പ്രോദ്ധത എന്നാണ്. ദുർനിവാരം, നമുക്ക് തടയാൻ സാധിക്കാത്ത രീതിയിൽ പ്രവൃത്തി വർദ്ധിച്ചു വരുന്നു. നമുക്ക് ഈ സത്വഗുണം ഭക്തിഭാവം നന്നായിട്ട് വന്നെങ്കിൽ നമുക്ക് വിഷയരസത്തിൽ ഇത് താല്പര്യം കുറയുമെന്നൊക്കെ നമുക്ക് തോന്നിയാലും ആ രജോഗുണം, തമോ ഗുണത്തോടു കൂടിയ രജോഗുണത്തിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ രജോഗുണത്തോടു കൂടിയ പ്രവൃത്തി വർദ്ധിച്ചു തന്നെ വരാം. ചിത്തം താവത് ഗുണാശ്ച ഗ്രഥിതം, അതിന് വേറൊരു കഥയുള്ളത്, ചിത്തവും ഗുണങ്ങളും ഒന്നിച്ചു ചേർന്നതാണ്. നമ്മുടെ ചിത്തം എന്ന് പറയുന്നതും സത്വരജസ്തമോ ഗുണങ്ങളും ഒന്നിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ടുകൂടാണ് അങ്ങനെ വരുന്നത്. നമ്മളുടെ
ആ ഒരു താല്പര്യം അനുസരിച്ച് നമ്മുടെ ചിത്തം തന്നെ പ്രവർത്തിക്കണമെന്നില്ല. ബുദ്ധി പറയുന്നത് പോലെ ചിത്തം പ്രവർത്തിക്കണമെന്നില്ല എന്നുള്ളതാണ് ഇവിടെ. ഗ്രഥിതമിഹ മിഥ ചേർത്ത് ഇവ ഒന്നിച്ച് ചേർന്നതാണ്. താന് സർവാണി രുദ്ധം, ഇവയെല്ലാം നിരോധിക്കുന്നതിന് ആ ചിത്തത്തിൻ്റെ ആ ഭാവത്തെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ തുര്യേ തൊയ്യേവ ഭക്തി. തൊയ്യ് എന്ന് പറഞ്ഞാൽ നിന്നിൽ. ഇവിടെ തുര്യം എന്ന് പറഞ്ഞാൽ നാലാമത്തെ അവസ്ഥയ്ക്കാണ് തുര്യം എന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഈ അവസ്ഥയ്ക്ക് അതീതനായിട്ട് നിൽക്കുന്നതിനാണ് ഭഗവാൻ. ആ ഭഗവാനിലുള്ള ഭക്തി ആണ് ശരണം എന്ന് അങ്ങ് ഭഗവാൻ ഹംസരൂപി ഞഗാതീത്. ഹംസ രൂപി ഹംസാവതാരമുണ്ട് ഭഗവാന്റെ. അത് ഭാഗവതത്തിലെ 11-ാം സ്കന്ധത്തിലെ ഭഗവാന്റെ അവതാരമാണ് ഹംസാവതാരം. ആ ഹംസാവതാരത്തിലെ ഉപദേശങ്ങൾ ഈ തത്വത്തെ കൂടുതൽ ഞഗാതീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. സന്ധിശ്രേയാംസി ഭൂയാംസി രുചിവിധയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയാ കൃഷ്ണദേഭ്യോ ഭവേയുഃ. ത്വം ചാചഖ്യാഥ സഖ്യേനനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വഗ്ഭക്ത്യാനന്ദതുല്യഃ ഖലു വിഷയജുഷാം സമ്മതഃ കേന വാ സ്യാത്. സന്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ശ്രേയാംസി ശ്രേയസ്സുകൾ ഉണ്ട്, ഭൂയാംസി എന്ന് പറഞ്ഞാൽ വളരെയധികം. ആദ്യം കർമ്മിണാം എന്നെടുക്കണം. കർമ്മികൾക്ക് എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക്, അവർക്ക് അധികം അനേകം ശ്രേയസ് ഉള്ള പ്രവൃത്തികളുണ്ട്. രുചിഭിതയ എന്ന് പറഞ്ഞാൽ പല രുചി, പല താല്പര്യത്തോടു കൂടിയത് എന്നർത്ഥം. കർമ്മിണാം നിർമ്മിതാനി ശ്രേയാംസി ഉണ്ട് സന്ധി എന്നർത്ഥം. ശ്രേയസ്സുകൾ അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ അതോടുകൂടി തന്നെ എന്താണ്, ക്ഷുദ്രാനന്ദാശ്ച, ആനന്ദവും അതുകൊണ്ട് ലഭിക്കുന്നുണ്ട്. അത് ഭട്ടതിരി ക്ഷുദ്രാനന്ദം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ആനന്ദം പോലും ക്ഷുദ്രമാണ് എന്നർത്ഥം. സാന്താഹ, അതാണ് കാരണം. അന്തം, ഇതെല്ലാം ആനന്ദത്തിനൊക്കെ പെട്ടെന്ന് തന്നെ അവസാനവും ഉള്ളതാണ്. ബഹുവിധഗതയ കൃഷ്ണദേഭ്യോ ഭവേയുഃ. അല്ലയോ കൃഷ്ണ, അവർക്ക് അങ്ങനെയുള്ള ആനന്ദങ്ങളും ഭവേയുഃ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ത്വം നീ ച, നീയും ആചഖ്യ എന്ന് പറഞ്ഞാൽ നീയും ഉപദേശിച്ചു എന്ന് ഇവിടെ പറഞ്ഞു. ആർക്കാണ്? സഖ്യേ. അതിവിടെ പറഞ്ഞത് ഉദ്ധവ സഖി, ഏറ്റവും സുഹൃത്തായിട്ടുള്ളത് ഉദ്ധവരാണ്. ഭഗവാന്റെ ആ സന്ദർഭത്തിലൊക്കെ വ്രജത്തിലൊക്കെ വെച്ച് ഗോപന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സന്ദീപിനിയുടെ ആശ്രമത്തിലെ സുധാമ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഏറ്റവും ഭക്തരായിട്ട് ഉദ്ധവർക്കാണ് ഉപദേശങ്ങളെല്ലാം കൂടുതൽ നൽകിയിട്ടുള്ളത്. ഉപദേശിച്ചിട്ടുള്ളതിനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം, ഒരേ ഒരു മഹിതതമായ ഭക്തിയെയാണ് നീ ഉപദേശിച്ചത്. അതാണ് ഏറ്റവും മഹിതമം എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ത്വഗ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയയുഷാം എന്ന് പറഞ്ഞാൽ കർമ്മമാർഗത്തിലെ വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ പോകുന്നവർക്കും ത്വഗ്ഭക്ത്യാനന്ദതുല്യ, നിൻ്റെ ഭക്തിക്ക് തുല്യമായ സന്തോഷം കേനവാസ്യാത്, എന്തിനാലാണ് ലഭിക്കുന്നത്, മറ്റൊന്നിനാലും തന്നെ ലഭിക്കുകയില്ല. ത്വഗ്ഭക്ത്യാ തുഷ്ടബുദ്ധേഃ സുഖമിഹ ജരതോ വിച്യുതാശസ്യ ആശാ സർവാസ്യു സൗഖ്യമയ്യഃ സലില കുഹരഗസ്യേവ തോയൈകമയ്യഃ സോയം ഖല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ച ഹൃദ്യാനാകാംക്ഷത്യേതതസ്താം സ്വയമനുവദിതേ മോക്ഷസൗഖ്യേപ്യനീഹ. ത്വഗ്ഭക്ത്യാ തുഷ്ടബുദ്ധേഃ, നിന്നിലുള്ള ഭക്തി കൊണ്ട് സന്തുഷ്ടമായ ബുദ്ധിയോടുകൂടിയ ഒരാൾക്ക് സുഖമിഹ ചരത, സുഖമായിട്ട് ചരിക്കുന്നവന് വിച്യുതാശസ്യ, ആശകളൊന്നും ഇല്ലാത്തവൻ, വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവന് ച ആശാഹ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്, ദിക്കുകൾ എന്നുള്ളത് ചുറ്റുപാടെല്ലാം സർവാഹ സ്യു, എല്ലാം തന്നെ ആയിത്തീരും. അങ്ങനെ സൗഖ്യമയ്യ, സുഖമയം തന്നെ ആയിത്തീരുന്നു എന്നർത്ഥം. സലില കുഹരകസ്യേവ തോയൈകമയ്യ. അതിനൊരു ഉദാഹരണം പറയുന്നത്, വെള്ള കുഹരം, വെള്ള കുണ്ടിൽ കിടക്കുന്നവർക്ക് എല്ലാം വെള്ളം മാത്രമായി തീരുന്നല്ലോ. തോയൈകമയ്യ, ഒരു വെള്ള കുഴിയിലാണ് എപ്പോഴും കിടക്കുന്ന ഒരാളിന്, ആളിന് എപ്പോഴും ചുറ്റും വെള്ളമാണ് എന്ന് പറയുന്ന പോലെ ആ ആനന്ദഭാവത്തിലുള്ള ആളിന് ചുറ്റുപാട് എങ്ങനെയായാലും ആനന്ദഭാവമാണെന്നുള്ളതാണ് ഇവിടെ. സോയം ഖൽ ഇന്ദ്രലോകം അയം ഖലു, ഇവൻ എന്നാണ്. അയം ഖലു, നിശ്ചയമായും ഇന്ദ്രലോകത്തെയും കമലജഭവനത്തെയും, സത്യലോകം, കമലജൻ എന്ന് പറഞ്ഞാൽ
ബ്രഹ്മദേവനാണ്. ബ്രഹ്മഭവനം, ബ്രഹ്മലോകത്തിൻ്റെ ബ്രഹ്മദേവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ സത്യലോകത്തെയോ യോഗസിദ്ധികളെയോ ഹൃദ്യാഹ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. അതൊന്നൊക്കെ ആകാംക്ഷതി എന്ന് പറഞ്ഞാൽ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതദാസ്താം, ഇതൊക്കെ അങ്ങനെയാകട്ടെ എന്ന് മാത്രമല്ല സ്വയം അനുവദിതേ മോക്ഷസൗഖ്യേപ്യനീഹ. എന്നിട്ട് ഇത്രയും നേടിക്കഴിയുന്ന ഒരാളിന് സ്വയം മോക്ഷസൗഖ്യമാണ് ഉണ്ടാകുന്നത്. ജീവൻ മുക്തനായിട്ട് മോക്ഷസുഖം ആളിന് ലഭിക്കുന്നു. പക്ഷേ അതിൽ തന്നെ അനീഹ, താല്പര്യമില്ലാത്ത ആളാണ്. കാരണം മോക്ഷം എന്ന് പറയുന്നത് എല്ലാ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആളിന് അങ്ങനെയല്ല, സുഖം വേണം, ആനന്ദം വേണം. എന്താണ്? അങ്ങയുടെ ഭക്തിയാകുന്ന ആനന്ദം വേണം. അപ്പോൾ ആ മോക്ഷം എന്നുള്ള ഭാവത്തിൽ തന്നെ താല്പര്യമില്ല എന്നുള്ളത്. ത്വദ്ഭക്തോ ബാധ്യമാനോ വിഷയശൈരിന്ദ്രിയാശാന്തിഹേതോർ ഭക്തിയൈവാക്രമ്യമാണ പുനരഭിഹരിതൈർദുർബലൈർന്നാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർ ദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം ത്വദ്ഭക്തിയോഗേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദാക്വേന്ദ്രിയാണം. ത്വദ്ഭക്ത എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭക്തൻ ബാധ്യമാനഹാപി വിഷയരസൈഹി ബാധ്യമാനഹ, വിഷയരസങ്ങളാലൊക്കെ ലൗകിക സുഖദുഃഖങ്ങളാണല്ലോ വിഷയം എന്ന് പറയുന്നത്. അതിലൊക്കെ ബാധ്യമാനാണെങ്കിലും ഇന്ദ്രിയാശാന്തി ഹേതോഹോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അടക്കം വരായിക നിമിത്തം എന്നാണ്. അതുകൊണ്ടാണ് വിഷയരസങ്ങളെ കൊണ്ട് ബാധ്യമാനാകുന്നത്. അദ്ദേഹം എന്ത് വരുന്നു? ഭക്തിയെയും ആക്രമ്യമാണ്. ഭക്തി ഇയാൾ തന്നെ ആക്രമ്യമാണ്, ആക്രമിക്കപ്പെടുന്നു. ആ വിഷയരസങ്ങളെയാണ് ആക്രമിക്കുന്നത്, ഭക്തിയാണ് ആക്രമിക്കുന്നത്. ഭക്തിയാ തന്നെ ആക്രമ്യമാണനായിട്ട് പുനഃ വീണ്ടും ഹലോ തൈഹി ദുർബലൈഹി, ആ ദുർബലങ്ങളായ വിഷയരസങ്ങളാൽ അഭിജയ്യ, ജയിക്കപ്പെടുന്നില്ല എന്നാണ്. എത്ര വിഷയരസങ്ങൾ വന്നാലും അതിനെയെല്ലാം ഈ ഭക്തിഭാവം ആക്രമിച്ച് കീഴടക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ്. സപ്താർച്ചിഹി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നുള്ളത് പര്യായമാണ്. ദീപിതാർച്ചിഹി, ദീപിതം എന്ന് പറഞ്ഞാൽ വളരെ ജ്വലിപ്പിക്കുന്ന തേജസ്സോടു കൂടിയ സപ്താർച്ചി, അഗ്നി ദഹിപ്പിക്കുന്ന എന്താണ്? യഥാ ഭൂരി ദാരുപ്രപഞ്ചം, വളരെ ദാരു എന്ന് പറഞ്ഞാൽ തടി, വലിയ മരത്തിനെയൊക്കെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്ര വലിയ തടിയെയും അഗ്നി ജ്വലിപ്പിച്ചാലത് ഇല്ലാതാക്കുമല്ലോ. അതുപോലെയാണ് ഈ ഭക്തിയുടെ ഒരു പ്രാധാന്യമാണ്. ഭക്തിയെയാണ് ഇവിടെ അഗ്നിയുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ ത്വദ്ഭക്തിയോഹേ തഥൈവ പ്രദഹതി. ത്വദ്ഭക്തിയോഹേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭക്തിയുടെ കൂട്ടത്തിൽ ദുരിതം പ്രദഹതി, ഉള്ള ദുരിതമെല്ലാം ദഹിച്ചു പോകും. തഥായവ, അപ്രകാരം തന്നെ. ദുർമദ കേന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളുടെ ദുർമദം പിന്നെ എവിടെയാണ്? ഇന്ദ്രിയങ്ങളുടെ മതമൊക്കെ ഈ ഭക്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. ചിത്താർദ്രീഭാവമുച്ചൈർവവിഷിജപുളകം ഹർഷബാഷ്പം ജഹിത്വാ ചിത്തം ശുദ്ധ്യേ കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവത്തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകുട്ട്യാ. ചിത്താർദ്രീഭാവം അത് ഈ ഭക്തൻ്റെ ലക്ഷണമാണ്. ആർദ്രീഭാവം ഉണ്ടാകും മനസ്സിനെ. ആർദ്രഭാവം ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ. വപുഷിജ പുളകം, ശരീരത്തിലാണെങ്കിൽ പുളകം ഉണ്ടാവും. ഭഗവത് കഥ കേൾക്കുമ്പോൾ, ഭഗവാന്റെ സ്തുതി ചൊല്ലുമ്പോഴൊക്കെയാണ് പുളകമൊക്കെ ഉണ്ടാകുന്നത്. ഹർഷബാഷ്പം, ആനന്ദ കണ്ണീരുണ്ടാവും. ഇതിനെയൊക്കെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ചിത്തം ശുദ്ധിയൽ കഥം വാ, മനസ്സെങ്ങനെയാണ് ശുദ്ധിയാകുന്നത്? ഈ തത്വം എത്ര പഠിക്കുമ്പോഴും ഇതൊന്നും ഉണ്ടാകുകയില്ല. തത്വം ഓരോന്ന് ക്ലേശിച്ച് പഠിക്കുവാനാണ്. അതുകൊണ്ട് ഈ ചിത്താർദ്രീഭാവം ഒന്നും ഉണ്ടാകുകയില്ലല്ലോ. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് മനസ്സ് ശുദ്ധമാകുന്നത് എന്നാണ്. കിമു ബഹു തപസ, വലിയ തപസ്സുകൊണ്ട് എന്താണ്? വിദ്യ നേടിയതുകൊണ്ടാണ്. വീതഭക്തേഹേ, ഭക്തി ഇല്ലാത്ത ഒരാളിന് ഈ ജ്ഞാനസമ്പാദനത്തെ എതിർക്കുകയല്ല ഭട്ടതിരി പറയുന്നത്. ഇത് ഭക്തി ഇല്ലെങ്കിൽ ഇത് ആ ഒരു ഗുണവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. ത്വദ്ഗാഥാസ്വാദ സിദ്ധാഞ്ജന, നിൻ്റെ ഗാഥയാകുന്ന ആസ്വാദനമാകുന്ന സിദ്ധാഞ്ജനം. സതത മരീമൃജ്യമാനം എന്ന് പറഞ്ഞാൽ തുടയ്ക്കുന്നു, ആ അഞ്ജനം കൊണ്ട് തുടയ്ക്കുന്നു, വളരെ ശുദ്ധമാക്കുന്ന അഞ്ജനം. അതുകൊണ്ട് മരീമൃജ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്നു.
മരീമൃജ്യമാന അയമാത്മാ, ഈ ആത്മാവ് അങ്ങനെ ശുദ്ധപ്പെടുത്തപ്പെടുന്ന ആത്മാവ്. ചക്ഷുർവതെന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തത്വസൂക്ഷ്മത്തെ സൂക്ഷ്മതത്വത്തിൽ എത്തിച്ചേരുന്നു. ഫലതി നതു തഥാ അഭ്യസ്തയാ കോടിക്കണക്കിന് തർക്കങ്ങൾ അഭ്യസിച്ചാലും നതു അത് നേടുന്നില്ല എന്നാണ്. ഭക്തി കൊണ്ട് നേടുന്ന ആ ഒരു ആത്മാവിൻ്റെ ബോധം, ആ ഒരു അനുഭവം മറ്റ് കർമ്മയോഗമോ ജ്ഞാനയോഗമോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികഗ്രന്യസ്തക്ഷ പൂരകാദ്യേരജിതപവനപഥശ്ചിത്തപത്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിധുഷിഖിനഃ സംവിജന്ത്യോപരിഷ്ടാത്തത്രസ്ഥം ഭാവേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം. അവിടെ എങ്ങനെയാണ് ധ്യാനയോഗത്തിലിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ധ്യാനം തേ ശീലേയം, നിന്നെ ധ്യാനിക്കുന്നത് ഞാൻ ശീലിക്കാം. എങ്ങനെയാണ്? സമതനു സുഖബദ്ധാസനോ, സമമായിട്ടെന്ന് പറഞ്ഞാൽ തനു ശരീരം, ആസനം സുഖബദ്ധാസനം, ആസനസ്ഥനായിട്ട് നമുക്ക് ഏറ്റവും യോജിച്ച ഒരു ആസനം സ്വീകരിച്ച് അതിൽ ഇരിക്കുന്നവനായിട്ട് സമമായിട്ട്, സമം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലേശവുമില്ലാതെ ഇരിക്കുന്നവനായിട്ട്. നാസികാഗ്രന്യസ്താക്ഷ, നാസികാഗ്രത്തിൽ രണ്ട് കണ്ണും ഉറപ്പിച്ചുകൊണ്ട്, ന്യസ്തം എന്ന് പറഞ്ഞാൽ വെച്ചത്. പൂരകാദ്യേർജിതപവനപഥ, നമ്മുടെ ശ്വാസത്തെ പൂരകം, മണിപൂരകം, സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞ 9 സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിലൊക്കെ സ്ഥാപിച്ചിട്ട് നൃത്തം. പൂരകം ആദ്യം തുടങ്ങിയവകളിൽ ശ്വാസത്തെ നിയന്ത്രിച്ച് വെച്ചിട്ട്, ചിത്തപത്മം അവാഞ്ചം, മനസ്സിൻ്റെ ഉരസിൽ അങ്ങനെ വരുമ്പോൾ ചിത്തം അത് പത്മം, ഒരു താമരയുടെ രീതിയിൽ, താഴേക്കിരിക്കുന്ന താമരയെ നാം ഉയർത്തി മുകളിലേക്ക് വെക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട്, അവാഞ്ചം എന്ന് പറഞ്ഞാൽ കവിഴ്ന്നു നിൽക്കുന്നത്, അതിനെ ചിത്തപത്മം ഊർധ്വാഗ്രം ഭാവയിത്വ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാക്കി നമ്മൾ സങ്കല്പിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് രവി വിധുശിഖിന, രവി സൂര്യനെ, വിധു എന്ന് പറഞ്ഞ ചന്ദ്രനെ, ശിഖി അഗ്നി, ഇവയെ ആ പത്മത്തിൻ്റെ മുകളിലായിട്ട് സങ്കല്പിച്ചിട്ട് നൃത്തം. ഉപരിഷ്ടാത, അതിൻ്റെ ഉപരിയായിട്ട് തത്രസ്ഥം സംവിചിന്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ട് അതിനുപരിലായി തത്രസ്ഥം ഭാവേ ത്വാം, അതിന് മുകളിലായിട്ട് നിന്നെ ഭാവിക്കണം, നിന്നെ സങ്കല്പിക്കണം. എങ്ങനെയാണ്? സജല ജലധരശ്യാമളം കോമളാംഗൻ ആയിട്ട്. സജലം എന്ന് പറഞ്ഞാൽ ജലത്തോടു കൂടിയ ജലധരം, മേഘശ്യാമളം, ആ മേഘത്തിൻ്റെ ആ നിറത്തോടു കൂടിയ കോമളാംഗനായ നിന്നെ അവിടെ ഭാവിക്കണം. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ ഭാവിക്കണമെന്ന് പറയും. കൃഷ്ണൻ്റെ രൂപം ഭാവിക്കാം. നമ്മളുടെ സങ്കല്പമനുസരിച്ചുള്ള ഭക്തി ഭാവത്തിനനുസരിച്ച് യോജിച്ച രൂപം സ്വീകരിക്കാം. പിന്നീട് ആ രൂപത്തെക്കുറിച്ച് ഇനിയും ഒരു പാദാദി രൂപം വർണ്ണന തന്നെയുണ്ട്. ഇനിയും ആ നീലശ്ലക്ഷ്ണകേശം ജ്വലിത മകരസത്കുണ്ടലം മന്ദഹാസ്യന്താർദ്രം കൗസ്തുഭശ്രീവരിഗത വനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹലളിതപദം ഭവേഹം ഭവന്തം. ആ നീലശ്ലക്ഷ്ണകേശം, ഏറ്റവും കറുത്തു മിന്നുന്ന ശ്ലക്ഷ്ണം, മിനുസത്തിൻ്റെ തലമുടി, കേശം. ജ്വലിത മകര സത്കുണ്ടലം, ജ്വലിക്കുന്ന മകരകുണ്ടലം, അത് കാതിലെ മകരമത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള കുണ്ടലം, അതാണ്. മന്ദഹാസ്യന്താർദ്രം, മന്ദഹാസം കൊണ്ട് കുളിർമയുള്ള സിന്ധം, ആർദ്രമായ ആ ഭാവം. കൗസ്തുഭശ്രീവരിഗത വനമാലോരുഹാരാഭിരാമം, കൗസ്തുഭം എന്ന് പറഞ്ഞാൽ കണ്ഠത്തിലെ അലങ്കാര വസ്തുവാണല്ലോ, കണ്ഠാഭരണമാണല്ലോ. ഈ പരിഗത അതിൻ്റെ ഐശ്വര്യത്തോടു കൂടി അതിനോട് ചേർന്ന വനമാല, പിന്നെ ഒരു ഹാരം, മുത്തുമാലയുണ്ട്. ശ്രീവത്സാംഗം, അത് ആ ഉരസിലാണെങ്കിൽ ശ്രീവത്സവം എന്ന മറവുമുണ്ട്. സുബാഹുവും, കൈ നല്ല ജാനുബാഹുത്വമാണല്ലോ. മൃദുല സതുദരം, മൃദുലമായ ഉദരം. കാഞ്ചന ഛായചേലം, കാഞ്ചന സ്വർണത്തിൻ്റെ ആ ഛായ ഉള്ള നിറമുള്ള ചേല വസ്ത്രം, പട്ട്. ചാരുസ്നിഗ്ധോരും
ചാരു മനോഹരവും സ്നിഗ്ധവുമായ മിനുസമുള്ളതാണ്. സ്നിഗ്ധം. ഊരു തുടകൾ. അംഭോരുഹ ലളിതപദം. അംഭോരുഹം താമരയെപ്പോലെ ലളിതമായ പാദങ്ങൾ. ഇങ്ങനെയുള്ള ഭവാനെ ഭവന്തം ഭാവേ അഹം ഭാവയേ ഭാവയേഹം ഞാൻ ഭാവിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം. സർവാംഗേഷ്വംഗരംഗൽ കുതുകമിതി മുഹൂർധാരയന്നീശചിത്തം തത്രാപ്യേകത്രയുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനന്തു ചേതഃ പരമസുഖജിതദ്വൈതരൂപേ വിതന്വന്നന്യെന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. സർവാംഗേഷു എല്ലാ കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞ എല്ലാ അംഗങ്ങളുടെയും കാര്യം പറഞ്ഞല്ലോ. അവിടെ അംഗങ്ങളിലും ഈശാലയോ ഈശ രംഗൽ കുതുകം ഇതി യോജിക്കുന്ന കൗതുകത്തോടു കൂടി ഇപ്രകാരം മുഹു വീണ്ടും വീണ്ടും ധാരയൻ സ്മരിക്കുന്നു. ഈശ ചിത്തത്തെ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിനെ വയ്ക്കുന്നവനായിട്ട് എപ്പോഴും സ്മരിക്കുന്നവനായിട്ട് തത്രാപി അവിടെ തന്നെ ഏകത്ര ഒരിടത്ത് കൂടുതൽ യോജിപ്പിക്കുന്ന ഇവിടെ വദന സരസിജേ അങ്ങയുടെ മുഖ പത്മത്തിൽ കൂടുതൽ മനസ്സിനെ യോജിപ്പിക്കുന്നു. സുന്ദരേ മന്ദഹാസേ അവിടെയുള്ള ആ മന്ദഹാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവനായിട്ട് തത്രാലീനന്തു ചേത അവിടെ മനസ്സിനെ ലയിപ്പിച്ചിട്ട് പരമസുഖചിത്തദ്വൈതരൂപേ വിതന്വൻ പരമസുഖം ചിത്ത് അദ്വൈതം അത് ചിത ആനന്ദസ്വരൂപമുണ്ടല്ലോ അതിലേക്ക് വിതന്വൻ എന്ന് പറഞ്ഞാൽ മുഴുകിപ്പിച്ചുകൊണ്ട് അവിടേക്ക് ചേർത്തുകൊണ്ട് അർത്ഥം. അന്യെന്നോ ചിന്തയേയം മറ്റൊന്നിനെയും ഞാൻ ചിന്തിക്കാതെ വീണ്ടും സമുപാരൂഢയോഗോ ഭവേയം യോഗാരൂഢനായി തന്നെ ഞാനെപ്പോഴും സ്ഥിതി ചെയ്യാം. ഇത്തം ധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പ്രതേയോർമുരാരേ ത്വത്സംപ്രാപ്തോ വിളംബാവഹമഖിലമിദം നദ്രിയേ കാമയേഹം ത്വാമേവ ആനന്ദപൂർണം പവനപുരപദേ പാഹിമാം സർവതാപാത്. ഇത്തം എന്ന് പറഞ്ഞ ഇപ്രകാരം ത്വധ്യാനയോഗേ നിൻ്റെ ധ്യാനയോഗത്തിലെ ധ്യാനയോഗേ സതി ധ്യാനയോഗം ഉള്ളപ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത്? അണിമാദ്യഷ്ടസംസിദ്ധയ അണിമാ മഹിമ ഗരിമ തുടങ്ങിയ 8 സിദ്ധികൾ അങ്ങോട്ട് ലഭിക്കും. അഷ്ടസംസിദ്ധയ താഹ ദൂരശ്രുത്യാദയ ശ്രുതി എത്ര ദൂരെ ഉള്ള കാര്യങ്ങളും കേൾക്കാൻ സാധിക്കുക. അത് അതിലൊന്നാണ് ദൂരശ്രുതി. അണിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപം ആവാം, ഏറ്റവും വലിയ രൂപമാണ് മഹിമ എന്ന് പറയുന്ന പോലെ ഉള്ള 8. അഹമഹമികയാ സമ്പദേയു ഇത് ഞാൻ മുമ്പേ എന്നുള്ള നിലയിൽ പെട്ടെന്ന് ഇത് നമുക്ക് സമ്പദേയു നമ്മളെ വന്ന് ഇങ്ങോട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മുരാരി അല്ലയോ മുരാരി. അങ്ങനെയാണ് നമ്മൾ സിദ്ധന്മാർക്ക് എല്ലാ കഴിവും ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ സിദ്ധി നേടിയവർക്കാണ് അത്. പക്ഷെ ഭട്ടതിൽ പറയുന്നത് എനിക്ക് അത് വലിയ ധനം കിട്ടുന്ന ഒരു രീതിയിൽ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എനിക്ക് അതല്ലല്ലോ എൻ്റെ ലക്ഷ്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അടുത്തത് തത് സംപ്രാപ്തവും അത് പ്രാപിക്കും. അതിനെ പ്രാപിക്കുമ്പോൾ വിളംബവും അത് വിളംബം ഉണ്ടാക്കും. അഖിലം തത് സംപ്രാപ്തവും വിളംബവും എന്നാണ്. അതിൻ്റെ സംപ്രാപ്തിയിൽ വിളംബം ഉണ്ടാകുമ്പോൾ എന്തിനാണ്? ഭഗവാനെ പ്രാപിക്കാൻ വിളംബം ഉണ്ടാകും. അഹം അഖിലമിതം ദ്രിയേ ഇതിനെയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ആ ദ്രിയ എന്ന് പറഞ്ഞാൽ വകവയ്ക്കുന്നില്ല എന്നർത്ഥമാണ്. കാമയേഹം ഞാൻ ആഗ്രഹിക്കുന്നതിനെയാണ്. ത്വാമേവ അങ്ങയെ തന്നെയാണ്. അങ്ങയിലേക്കാൻ അങ്ങയുടെ ഭക്തി മാത്രമാണ്. ആനന്ദപൂർണ്ണം എനിക്ക് ഈ വലിയ സിദ്ധിയല്ല, എനിക്ക് സന്തോഷം അങ്ങയുടെ ഭക്തിയാണ്, അങ്ങയെ ഓർക്കുന്നതാണ് എന്നുള്ളർത്ഥമാണ്. പവനപുരപതേ ഗുരുവായൂരപ്പ പാഹിമാം സർവതാപാത് എല്ലാ താപം ദുഃഖത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.